മുട്ട വേണോ? മുട്ട, ചോട്ടുവിന്റെ മുട്ട, നല്ല നല്ല മുട്ട, ഉരുണ്ട ഉരുണ്ട മുട്ട, ആർക്കെങ്കിലും വേണോ? ചോട്ടു മുട്ട വിൽക്കുന്നു, നല്ല ഫ്രഷ് മുട്ട, പുതിയ മുട്ട. മുട്ട വേണോ? മുട്ട. ചോട്ടുവിന്റെ മുട്ടയോ? നല്ല വലിയ വലിയ മുട്ടയാണല്ലോ. നാണമാവുന്നു, മേഞ്ഞി നോവുന്നു, എന്റെ കയ്യിൽ മുള്ളു കൊള്ളുമ്പോൾ നമ്മുടെ ചോട്ടുവിന്റെ മുട്ട കൊള്ളാവല്ലോ. എടോ മരമണ്ട, താനെന്തീ കാണിക്കുന്നേ? മുട്ടയ്ക്ക് എത്രയാടാ വില? എത്ര രൂപയ്ക്ക് വിൽക്കുന്നേന്നോ? 10 രൂപയ്ക്ക് ഒരെണ്ണം. ഒരെണ്ണത്തിന് 10 രൂപയോ? 15 രൂപയ്ക്ക് 2 എണ്ണം തരുവോടാ? 15 രൂപയ്ക്ക് 2 എണ്ണമൊന്നും തരാൻ പറ്റില്ല. ഒന്ന് വേണമെങ്കിൽ 10 രൂപയ്ക്ക് തരാം. വാങ്ങുന്നെങ്കിൽ വാങ്ങി, അല്ലെങ്കിൽ തന്റെ 2 മുട്ട ഉടച്ചു കളയും. അയ്യോ, തരാൻ പറ്റില്ലെങ്കിൽ ഒന്ന് വിട്ടേക്കടാ. എന്തിനാ എന്നെ മുട്ട ഉടയ്ക്കുന്നൊക്കെ പറയുന്നേ? പോവാൻ നോക്കടോ. എന്റെ ദൈവമേ, എന്തിനാ ഇങ്ങനത്തെ ആളുകളൊക്കെ എന്റെ കടയിലോട്ട് വിടുന്നേ? ഇപ്പൊ എന്താ ചെയ്യാന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്റെ ദൈവമേ, എന്റെ വയസ്സിലുള്ള എല്ലാവരും കല്യാണം കഴിഞ്ഞു പോയി. അതിലവർക്ക് കുട്ടികളുണ്ടായി തുടങ്ങി. എനിക്ക് മാത്രം ഇതുവരെ കല്യാണം ഒന്നും ആയിട്ടില്ല. ഈശ്വര, എനിക്കൊരു നല്ല വഴി കാണിച്ചു തരണേ. എനിക്കൊരു നല്ല സുന്ദരിയായ പെണ്ണിനെ തന്നെ കിട്ടണേ. അവളുമായിട്ട് എൻ്റെ കല്യാണം നടക്കണേ. ദൈവമേ, ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും 2001 രൂപ തികച്ചും കാണിക്ക വെക്കാമേ. അതാ, ഇത്ര പെട്ടെന്ന് സുന്ദരി വന്നോ? ദൈവമേ, ഇത്ര പെട്ടെന്ന് എൻ്റെ ആഗ്രഹം നിറവേറ്റിയോ? മുട്ട എത്ര രൂപയ്ക്കാ തരുന്നേ? ഇവളെന്തിനാ എൻ്റെ മുഖത്തേക്ക് കണ്ണടിക്കുന്നത്? ആരും കാണുന്നില്ലല്ലോ. ഇല്ല, ആരും കാണുന്നില്ല. 10 രൂപയ്ക്ക് ഒരെണ്ണം. അല്ല, നിങ്ങൾ പറയുകയാണെങ്കിൽ 15 രൂപയ്ക്ക് ഞാൻ 2 എണ്ണം വെച്ച് തരാം. ഓ വാവ്, യു ആർ സോ സ്വീറ്റ്. അയ്യോ, ഇവളെന്തിനാ ഇടയ്ക്ക് എന്നെ കണ്ണു വെച്ച് കാണിക്കുന്നത്? ചോട്ടു, നിന്റെ ലൈഫ് ശരിയാണെന്ന് തോന്നുന്നേ. ദൈവമേ, ഇത്ര സുന്ദരിയായ പെണ്ണിനെ തന്നെ നീ എൻ്റെ ജീവിതത്തിലേക്ക് തന്നല്ലോ. 4 മുട്ട പാക്ക് ചെയ്തോളൂ. എത്ര മുട്ട? 4 മുട്ട. ശരി. ഇതാ. താങ്ക് യു. ഇനി എപ്പോഴാ വരുന്നേ? എനിക്ക് എല്ലാ ദിവസവും 4 മുട്ട വീതം വേണം. അപ്പൊ നാളെ കാണാം. ബൈ. ബൈ. ചോട്ടു മുട്ട വെക്കുവാണേ. ചോട്ടുവിന്റെ മുട്ട, നല്ല മുട്ട. എന്റെ ദൈവമേ, അവൾ ഇതുവരെ കാണുന്നില്ലല്ലോ. ഈ സമയത്ത് തന്നെയാണല്ലോ വരുന്നേ. നല്ലോണം ലേറ്റ് ആയോ എന്തോ. ഇന്നിനിപ്പോൾ വരവുണ്ടാവില്ലേ? ഇനിയിപ്പോൾ വേറെ ആരുടെന്നെങ്കിലും മുട്ട വാങ്ങിയിട്ടുണ്ടാവൂ? ഇല്ല ഇല്ല ഇല്ല. ദൈവമേ, അവളൊന്നെങ്ങാനും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നലത്തെക്കാളും കുറച്ച് പൈസയ്ക്ക് മുട്ട കൊടുക്കുമായിരുന്നു. ഒന്ന് 5 രൂപയ്ക്ക് കൊടുത്തു കളയാം. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വിട്. അവൾ വന്നല്ലോ. ഒരുപാട് നന്ദിയുണ്ട് ദൈവമേ. എനിക്കറിയില്ലായിരുന്നു ദൈവം ഇത്ര ദയവുള്ളവനാണെന്ന്. അവൾ എന്തായാലും ഇങ്ങോട്ട് വരട്ടെ. വരൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നേ. ചോട്ടു, 4 മുട്ട പാക്ക് ചെയ്യ്. ചോട്ടു, ഇവള് നിനക്ക് സെറ്റായെന്ന് തോന്നുന്നേ. നിന്നെ കാണുമ്പോഴേ കണ്ണടിക്കുവാണല്ലോ. മുട്ട കൊടുത്തേക്കാം. നിങ്ങൾക്കറിയോ ചോട്ടു, ഇതെനിക്ക് വലിയ ഇഷ്ടാ. നിങ്ങളുടെ മുട്ട വളരെ നല്ലതാണ്. ഇനി ഞാൻ എല്ലാ ദിവസവും വരും മുട്ട വാങ്ങാൻ. നിങ്ങൾ ഡെയിലി മുട്ട വാങ്ങാൻ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 10 രൂപയ്ക്ക് 2 മുട്ട തരാം. ഇതാ വെച്ചോളൂ. ചോട്ടു, ഇന്ന് എന്തൊക്കെ നടന്നാലും ശരി, ഇന്ന് നീ ആ പെണ്ണിനെ പ്രൊപ്പോസ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ എപ്പോഴത്തെയും പോലെ തന്നെ ആ പെൺകിളിയെ വേറെ ആരെങ്കിലും ഒക്കെ തൂക്കിയിട്ട് പോകും. പിന്നെ അവസാനം വരയ്ക്കും നീ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടി വരും. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും നടക്കില്ല.
അവളെ എന്തായാലും പ്രൊപ്പോസ് ചെയ്തേ പറ്റൂ. അവള് വരട്ടെ. ചോട്ടു 4 മുട്ട പാക്ക് ചെയ്യ്. മുട്ടയൊക്കെ ഞാൻ തരാം. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞോളൂ. നിക്ക്. ഒന്ന് താഴോട്ട് വന്നേ. ആ പറഞ്ഞോളൂ. മാഡം, ചോട്ടു എന്താ ഈ കാണിക്കുന്നേ? ശീലോ? അത് കൊള്ളാലോ മാഡം. മാഡം എന്നെ നോക്കി കണ്ണടിക്കുമ്പോൾ അത് കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ നോക്കി കണ്ണടിച്ചപ്പോൾ അത് വലിയ തെറ്റായി പോയോ? ചോട്ടു നീ വിവരക്കേട് പറയരുത്. അതെന്താണെന്നറിയോ മാഡം, ഞാനും നിങ്ങളെ ലവ് ചെയ്യാനായിട്ട് തുടങ്ങിയെന്നേ. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് വിചാരിക്കുന്നത്. എടാ മണ്ട, കണ്ണടയുന്നത് എനിക്കൊരു അസുഖം ഉള്ളത് കൊണ്ടാ. എന്ത്? ആ ഞാനിവിടെ നിന്നുകൊണ്ടിരിക്കല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടി ആരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക? ചേട്ടാ, നമ്മുടെ ഏരിയയില് നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണ് വന്നിട്ടുണ്ട്, കമലു. ചേട്ടാ, അവളുടെ ഒരു മുടി, അവളുടെ കവള് അല്ല, കവളൊന്നും ഞാൻ അങ്ങനെ കണ്ടില്ലല്ലോ. എന്താന്ന് വെച്ചാൽ അവള് മാസ്ക് ഇട്ടുണ്ടായിരുന്നു. ചേട്ടാ, നിങ്ങൾ എന്തോ വിചാരിച്ചേ? എനിക്ക് അറിയാൻ പാടില്ലെന്ന് വിചാരിച്ചോ? നമ്മുടെ നാട്ടില് ഒരു പുതിയ പെണ്ണ് വന്നെന്ന് പറഞ്ഞിട്ട്. ചേട്ടാ, ദേ അവള് വരുന്നുണ്ട്. അയ്യോ, നിങ്ങൾ എന്തുകൂടെ കാണിക്കുന്നേ? ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അവളെ വീട്ടിൽ കൊണ്ടേ ആക്കൂല്ലേ നിങ്ങൾ? അവളെ ഞാൻ തന്നെ വീഴ്ത്തു, നോക്കിക്കോ. എടാ മരമണ്ട, ഈ പെൺകുട്ടിയെ ഈ കാലാപ്രസാദ് തന്നെ വളച്ചെടുക്കോടാ. ഈ ചോട്ട് ഇവിടെ നിൽക്കുമ്പോ പെണ്ണിനെ നിങ്ങൾ രണ്ടുപേരും കറക്റ്റ് ചെയ്യുന്നു. എന്താ ചേട്ടാ, എല്ലാ പെണ്ണിനെയും നിങ്ങൾ എന്നെ വളച്ചൊടിക്കും. ഒന്നിനെങ്കിലും ഞങ്ങൾക്ക് വിട്ടെന്നൂടെ ചേട്ടാ? ശരി, നമുക്കൊരു ബെറ്റ് വെക്കാം. എന്ത് തെറ്റ്? ബെറ്റ് എന്താന്ന് വെച്ചാ, ആരാണോ അവളുടെ മുഖം ആദ്യം കാണുന്നത് ആ പെണ്ണ് അപ്പൊ അവനെ തന്നെ. ആരാണോ കാണാത്തത്, ഈ ബെറ്റിൽ തോറ്റത് ആരാണോ അവര് പിന്നെ അവളെ സഹോദരിയായിട്ട് കാണാം. ശരി, എന്നെ സമ്മതിച്ചു. കൈ കൊടുക്ക്. ശരി, സമ്മതിച്ചു. പുന്നാരക്കരളെ നിൻ പൂമണി മാറത്ത് പൊന്നോല കൊണ്ട് മെടഞ്ഞൊരു കൊട്ടയിൽ കൊത്തിവെച്ചു. ഞാനാണ് കാലാപ്രസാദ്. നിന്റെ പേരെന്താ? ചോദിച്ചു കേട്ടില്ലേ? അത് നിന്റെ പേരെന്താന്ന് പറ. ശരി, പോട്ടെ. നിന്റെ ഈ നിലാവ് പോലുള്ള മുഖം ഉണ്ടല്ലോ, അത് വേറെ ആരുടെയും കണ്ണിപ്പെടരുത്. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നാ കൺമഷി. അടിവാങ്ങിച്ചു കേട്ടോ. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം. ഞാൻ ദേ എത്തിക്കഴിഞ്ഞു. നിന്റെ പേരെന്താ? നിന്റെ പേര് പറഞ്ഞേ. ഞാൻ നിന്റെ നിലാവ് പോലുള്ള ഈ മുഖം കാണാൻ വേണ്ടിട്ടേ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, മാറി നിക്കടോ, അടി മേടിക്കും. അയ്യോ, നാട്ടിലെല്ലാവരും പറയുന്നത് ഞാൻ വളരെ സുന്ദരനാണെന്നാണല്ലോ. പക്ഷെ ഇവളെന്താ അടിച്ചിട്ട് പോയത്? ചോട്ടു, ബലൂൺ വെക്കുന്ന ആള് വന്നേ. ബലൂൺ വാങ്ങിക്കുന്നോ? ആർക്കെങ്കിലും ബലൂൺ വേണോ? ചോട്ടുവിന്റെ ബലൂൺ. ബലൂൺ എത്രയാ ചോട്ടു? ബലൂൺ വാങ്ങുന്നോ? ബലൂൺ പറയ്, എത്രയാണെന്ന് പറയ്. അല്ല, ഇത് വിൽക്കാൻ വേണ്ടിയൊന്നല്ല. വിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാ എടുത്തോണ്ട് വന്നേ ചോട്ടു? അത് നിങ്ങൾ ഇവിടെ നിന്ന് പോയെ. ഈ ചോട്ടിന് മറ്റു തന്നെയാ. ബലൂൺ വാങ്ങുന്നുണ്ടോ? അല്ല, ആരെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ? ചോട്ടുവിന്റെ ബലൂൺ വാങ്ങിക്കുന്നില്ലേ?
ഗിഫ്റ്റോ? ചോട്ടു ഈ ഭാഗ്യവാൻ തങ്ങളാ. അല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അപ്പൊ എനിക്ക് ബലൂൺ തന്നേക്ക്. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ? നിനക്ക് ബലൂൺ വേണമെങ്കിൽ നിന്റെ മുഖം ഒന്ന് എനിക്ക് കാണിച്ചു തരണം. അത്രേ ഉള്ളോ? അയ്യോ, അപ്പൊ ചേട്ടാ എങ്ങോട്ടാ ഓടുന്നത്? നമ്മൾ വെച്ച ബെറ്റ് മറന്നുപോയാ? എന്താ ഇത്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ആരാണ് ആ പെണ്ണിന്റെ മുഖം ആദ്യമായിട്ട് കാണുന്നോ അവനാ പെണ്ണെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇല്ല. ആ. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞങ്ങളുടെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. നല്ല നല്ല കമന്റ്സും എഴുതണേ. അത് മാത്രമല്ല, മറക്കാതെ ഞങ്ങളുടെ ചാനൽ Subscribe സബ്സ്ക്രൈബ് ചെയ്യൂ. അത് മാത്രമല്ല, ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തേക്കണേ.